നമുക്ക് ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്, അതുപോലെ ദ ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ് സൗദി പ്രോ ലീഗ് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. പക്ഷേ അതിനൊക്കെ മുന്നേ ഐ ഹാവ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് അബൌട്ട്. ഗൈസ്, ഇറ്റ്സ് ജസ്റ്റ് മീ. ആരും ബാക്ക് അടിച്ചൊന്നും പോകണ്ടട്ടോ, ഞാൻ തന്നെയാണ്. ഞാനിങ്ങനെ എൻ്റെ ഈ നഗ്നമായ മുഖമൊക്കെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് സംതിങ് റിയലി സീരിയസ് ടു ടോക്ക് അബൌട്ട്. സംഭവമൊന്നുമല്ല, ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആൻഡ് അത് കാരണം ഞാനിപ്പോൾ ഒരു സ്കാമറായി മാറിയിട്ടുണ്ട്, ഒരു ഡാഡിലെസ് പേഴ്സണായി മാറിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ വാക്കിന് ഒരു വില കൊടുക്കാത്ത ആളായിട്ട് വരെ അങ്ങനൊക്കെ ഞാൻ ആയി മാറിയിട്ടുണ്ട്. ആ ഒരൊറ്റ വീഡിയോ കാരണം 100-300 ആൾക്കാരെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഡ്രീംസും എല്ലാം ഞാൻ തല്ലിക്കെടുത്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ I want to apologize to absolutely nobody. It was a joke. അല്ലാതെ 100-300 ആൾക്കാർക്ക് 100 റുപ്യ വെച്ച് തരാൻ ഞാൻ ആരാ? ഐ ആം ബ്രോക്ക്, ഐ ആം പൂർ. ഓക്കെ, കുറച്ച് ദിവസം മുന്നേ വരെ എൻ്റെ അക്കൗണ്ടിൽ 67 റുപ്യ പോലും ഇല്ലേനു. അങ്ങനത്തെ ഒരാളാ ഞാൻ. ഓക്കെ, ഞാൻ റുപ്പീസ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇന്ത്യൻ റുപ്പി ആയിട്ടല്ല. ഞാൻ ഇങ്ങനെ ഇന്തോനേഷ്യ അവിടുത്തെ ഏതെങ്കിലും ചീപ്പ് കറൻസി വെച്ച് നിങ്ങളെ പറ്റിക്ക അങ്ങനെ തന്നെ ചെയ്ത വീഡിയോ ആണത്. എന്നിട്ട് അതിന്റെ പേരിൽ കുറെ എണ്ണം കിടന്ന് കരയാം. പിന്നല്ലേ സംഭവം എന്താ ഉണ്ടായിച്ചാല്, അതിൽ ഞാൻ വേറൊരു കമന്റ് കണ്ട്, മരിച്ചു പോകുമ്പോ ഇതൊന്നും ആരും പുറത്ത് തരൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം കേട്ടോ. ആരെങ്കിലും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ ജോക്ക്. പ്ലീസ് ക്ഷമിക്കുക, റമദാൻ മാസമൊക്കെ അല്ലേ. പിന്നെ കുറെ ആൾക്കാര് 100 റുപ്യൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ട്. വയ്യേ, ബട്ട് സ്റ്റിൽ ഓക്കെ, ഞാൻ 2-3 ആൾക്കാർക്ക് മന്തി വാങ്ങാനുള്ള പൈസ തരാം. ഇനി ആരും കരയണ്ട അതും പറഞ്ഞിട്ട്. ഓക്കെ, ആ പൈസ കിട്ടാൻ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്താൽ മതി. ഞാനൊരു 2-3 ആൾക്കാരെ സെലക്ട് ചെയ്ത് ഒരു 250 റുപ്യ വെച്ച് തരാം. ഇങ്ങനെ കുറെ മണ്ടന്മാര്. എനിവേ, നമുക്ക് ബാക്കി വീഡിയോക്ക് പോവാം. ഗൈസ്, ഐ ഡോണ്ട് വാണ്ട് ടു ജിങ്സ് ഇറ്റ്, പക്ഷേ അൽ ഹിലാലിന് വീണ്ടും ഡ്രോ. ആൻഡ് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അൽ നാസർ ആക്ച്വലി മുതലാക്കി എന്ന് തന്നെ പറയാ. 5-0 വിൻ വേഴ്സസ് അൽ നജ്മ. സൗദി ലീഗിലെ ഏറ്റവും വേഴ്സ്റ്റ് ടീമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അൽ നാസറിന് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ബോട്ടിൽ ചെയ്യുന്ന ഒരു ശീലമുള്ളതാ. പക്ഷെ 5-0 ജയം. CR7, മാനെ, കോമാൻ ഇവരൊക്കെ ഓരോ ഗോൾ അടിച്ചപ്പോ ഇനിഗോ മാർട്ടിനസ് നമ്മുടെ സെൻട്രൽ ഡിഫൻഡർ ആണ് 2 ഗോൾസ് സ്കോർ ചെയ്തത്. ലീഗിൽ അവസാനത്തുള്ള ക്ലബിനെതിരെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിൻ ഫോർ അൽ നാസർ. ആൻഡ് പോയിന്റ് ടേബിളില് അൽ ഹിലാൽ ഇപ്പോ 2ാം സ്ഥാനത്തല്ലോ, അവര് 3ാം സ്ഥാനത്തും അൽ അഹ്ലിയാണ് 2ാം സ്ഥാനത്ത്. വലിയ പോയിന്റ് ഡിഫറൻസ് ഒന്നും ഇപ്പൊ ഇല്ല. പക്ഷെ അൽ ഹിലാലിനെ വെച്ച് നോക്കുമ്പോൾ 3 പോയിന്റിന്റെ ലീഡ് ഉണ്ട് ഇപ്പൊ അൽ നാസറിന്. ഇവിടെ ഉള്ള ഒരു സംഭവം എന്താണെന്നറിയോ? അൽ നാസർ ഫാൻസ് ആയാലും CR7 ഫാൻസ് ആയാലും അവര് ഭയങ്കര കൺസേർവ്ഡ് ആയിട്ടാണ് സെലിബ്രേഷനൊക്കെ. കാരണം അവർക്കറിയാം 29ാമത്തെ മാച്ച് ഡേ തൊട്ട് 4 ഫിക്സ്റ്റേഴ്സ് വരാനുണ്ട്. അൽ ഇത്തിഫാഖ്, അൽ അഹ്ലി, അൽ ഖദ്സിയ ആൻഡ് അൽ ഹിലാൽ. 4 കൺസിക്യൂട്ടീവ് ടഫ് മാച്ചസ് വരാനുണ്ട് അൽ നാസറിന്. അതിൽ കൂടെ ഉള്ള ഒരു പെർഫോമൻസ് നോക്കിയിട്ട് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാന്നാണ് അവരിപ്പോൾ തന്നെ പറയുന്നത്. എല്ലാവർക്കും ആ ഒരു പേടിയുണ്ട്, സീസണിൽ നേരത്തെ ചെയ്ത പോലെ ആ ഒരു ബോട്ടിൽ അൽ നാസർ ചെയ്യുമെന്ന്. നെക്സ്റ്റ് അപ്പ്, ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് റൗണ്ടിലെ സെക്കൻഡ് ലെഗ്. എടാ, ഓരോ മാച്ചിലും എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഫസ്റ്റ് ലെഗിൽ ക്ലബ് ബ്രൂഗിനെതിരെ 3-3 ഒരു സമനില. സെക്കൻഡ് ലെഗിൽ നോക്കുമ്പോൾ 4-1 പൊട്ടിച്ച് വിട്ടു. ആൻഡ് സൊർലോത്തിന് ഹാട്രിക്. അതുപോലെ കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകളായിട്ടുള്ള ഇന്റർ മിലാനെ 2 ലെഗിലും തോൽപ്പിച്ച്. ഓക്കെ, 2-5 എന്നുള്ള ഓവറോൾ സ്കോറിൽ തോൽപ്പിച്ച് നമ്മുടെ നോർവേ എന്നുള്ള മഞ്ഞ കുപ്പായക്കാരെ പറയിപ്പിക്കാത്ത ബോഡോ ഗ്ലിംറ്റ്. ഗൈസ്, നമ്മൾ ഈ ഡാർക്ക് ഹോഴ്സ്, അണ്ടർ ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞ് ഇറ്റങ്ങള് കണ്ണി കണ്ട എല്ലാ വലിയ ടീമിനെയും തോൽപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും എന്താ പറയാ, വേണമെന്ന് വെച്ച് കളിക്കൂല. ഈ 11 പ്ലേയേഴ്സും എല്ലാവർക്കും ഞങ്ങൾക്ക് തന്നെ ജയിക്കണം, ഞങ്ങളെ ജയിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു വാശി. അങ്ങനെ കളിച്ചാണ് ജയിക്കുകയാണ്. സിറ്റിനെയും അത്ലറ്റിക്കോനൊക്കെ തോൽപ്പിച്ചിട്ടാണ് പ്ലേ ഓഫ് റൗണ്ടിന് ഇവർ ക്വാളിഫൈ ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും ഒരാൾ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവൂല ഇന്ററിനെ അവർ തോൽപ്പിക്കുമെന്നും. അതുപോലെ റൗണ്ട് ഓഫ് 16 ഏറ്റവും ഫിയേർഡ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് ഇവർ മാറുന്നു.
ഇപ്പൊ ഒരു ബിഗ് ക്ലബിന്റെ ഫാൻസിനും ഇവരെ റൗണ്ട് ഓഫ് 16 ഒപ്പണൻസ് ആയിട്ട് കിട്ടണ്ട, അങ്ങനെ ആയിട്ടുണ്ട്. ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് റീസെന്റ് അവരുടെ പെർഫോമൻസിനെ പറ്റിയിട്ടും റിസൾട്ട്സിനെ പറ്റിയിട്ടും ഒക്കെ പൊതുവെ നല്ല അഭിപ്രായമായിരുന്നു. ആൻഡ് UCLന്റെ ഫസ്റ്റ് ലെഗിലും അറ്റ്ലാന്റയ്ക്കെതിരെ അവര് 2-0 ജയിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. സെക്കൻഡ് ലെഗിൽ വന്നപ്പോൾ 60 മിനിറ്റിനുള്ളിൽ തന്നെ 3 ഗോൾസ് ബൊറൂഷ്യ അറ്റ്ലാന്റന്റെ സ്റ്റേഡിയത്തിൽ കൺസീഡ് ചെയ്തു. കയ്യിന്ന് പോയി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് സബ്ബായി വന്ന അഡേമി ഒരു ഗോൾ അടിച്ച് കളി 3-3 ആക്കി. ഓക്കെ, മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റ് വരെ 3-3. എക്സ്ട്രാ ടൈമൊക്കെ പോകുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നു. എന്തൊക്കെ വന്നാലും ബൊറൂഷ്യ ഈ മാച്ചിൽ ജയിക്കരുത് എന്നുള്ള പോലെ ബെൻസെബൈനി ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയപ്പോ ആളുടെ കാലൊരുത്തന്റെ തലമണ്ടക്ക് എന്തോ കൊണ്ട് ബെൻസെബൈനിക്ക് സെക്കൻഡ് യെല്ലോ ആൻഡ് റെഡ് കാർഡ് പ്ലസ് അറ്റ്ലാന്റക്ക് ഒരു പെനാൽറ്റി ടീ ആൻഡ് ദേ സ്കോർഡ്, അതും 98 മിനിറ്റില്. അങ്ങനെ 4-3 ബൊറൂഷ്യ തോറ്റ് പുറത്തായി. നൈസ്. മറ്റൊരു ഇറ്റാലിയൻ ക്ലബ് ആയിട്ടുള്ള യുവന്റസ് ഫസ്റ്റ് ലെഗില് ഗലത്തസരെ 5-2 പ്ലക്കി വിട്ടതാണ് ഇവരെ. സെക്കൻഡ് ലെഗിൽ ഇവർ ഒരു ആവശ്യമില്ലാതെ 3-0 ഒരു കംബാക്ക് ഒക്കെ നടത്തിട്ടോ 90 മിനിറ്റ് കഴിഞ്ഞപ്പോ കളി 5-5. അതും ഒരു ഹാഫ് മുഴുവൻ ഒരു റെഡ് കാർഡ് വെച്ചിട്ടാണ് കേട്ടോ യുവന്റസ് കളിച്ചിട്ടുണ്ട്. കളി എക്സ്ട്രാ ടൈമൊക്കെ പോയി. യുവന്റസും അവരുടെ ഫാൻസും ഒക്കെ അത്രയും ഹൈപ്പിൽ നിൽക്കുക. ആൻഡ് എക്സ്ട്രാ ടൈമിൽ ഒരു ഫസ്റ്റ് ക്ലിയർ ചാൻസ് കിട്ടിയതും അവർക്കാ. ഒരത് മിസ്സാക്കി. പക്ഷെ അപ്പുറത്തെ സൈഡില് ഒഷിമെൻ ആൾക്ക് മാച്ചിൽ ഉടനീളം കിട്ടാത്ത ആ ഒരു ചാൻസ് അപ്പൊ കിട്ടി ആൻഡ് ഈ സ്കോർഡ്. അത് കഴിഞ്ഞപ്പോൾ ഇൽമാസും ഒരു ഗോൾ അടിച്ചു. അതോടെ കളി തീർന്നിട്ടോ 5-7 യുവന്റസ് തോറ്റ്. PSG വേഴ്സസ് മൊണാക്കോ സെക്കൻഡ് ലെഗ് 2-2 എൻ്റെ ചെയ്തത്. അഗ്രഗേറ്റ് നോക്കുമ്പോൾ 5-4 PSG ജയിച്ചു. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഫസ്റ്റ് ലെഗില് 48 മിനിറ്റിൽ ഒരു മൊണോക്കോ പ്ലെയർ റെഡ് കാർഡ് വാങ്ങി കയറിനോ, അതേപോലെ തന്നെ സെക്കൻഡ് ലെഗിലും 58 മിനിറ്റിലൊക്കെ ആയിട്ട് ഒരുത്തൻ കയറിപ്പോയി. ആ റെഡ് കാർഡ്സ് ഇല്ലെങ്കിൽ മെയ്ബി PSG മൊണാക്കോ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാകാം. ഹൂ നോസ്. നൗ ദ ബിഗ് ബോയ് മാച്ച്, നമ്മളെല്ലാവരും കണ്ട ആ ഒരു മാച്ച്, റിയൽ മദ്രിദ് വേഴ്സസ് ബെൻഫീക്ക. ഫസ്റ്റ് ലെഗിലും അതിന് മുന്നേ ഉണ്ടായിരുന്ന മാച്ചിലും ഒക്കെ ആയിട്ട് കുറേ അധികം കാര്യങ്ങൾ, കോൺട്രവേഴ്സീസും ത്രില്ലിംഗ് മൊമെന്റ്സും എല്ലാം നടന്നതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഈ ഒരു മാച്ചിന്റെ കാര്യത്തിൽ എല്ലാവർക്കും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരൊറ്റ ഗോളിന്റെ ബലത്തിലാണ് റയൽ മാഡ്രിഡ് ഈ ഒരു മാച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് 14 മിനിറ്റ് ആയപ്പോൾ തന്നെ ആ ലീഡ് പോയി. ബെൻഫീക്ക സ്കോർഡ് ഫസ്റ്റ്. റൗൾ അസൻസിയോയുടെ ഒരു ഓൺ ഗോൾ ആവേണ്ട സിറ്റുവേഷൻ കോർട്വ കിടിലനായിട്ട് തന്നെ സേവ് ചെയ്തെങ്കിലും ബോൾ വന്ന് വീണത് റഫ സിൽവന്റെ മുന്നിക്ക. ആള് സ്കോർ ചെയ്ത്. പക്ഷെ ആ ഗോള് വന്ന് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ റയൽ തിരിച്ചടിച്ചു. ടു മച്ച് മണി ആളുടെ ഉള്ളിലെ ടോണി ക്രൂസിനെ ആവാഹിച്ചെടുത്ത് നടത്തിയ ഒരു ഫിനിഷ്, ഒരു കിഡിലൻ ഗോൾ. അതിനുശേഷം 1-2 തവണ കോർട്വ റയൽ മാഡ്രിഡിനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒട്ടമൻഡി ഇടക്കിടക്ക് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനെയും എക്സ്പെഷ്യലി വിനീഷ്യസിനും ഒന്ന് കൊട്ടുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വിനീഷ്യസിന് ആളുടെ ആ ഒരു മൊമെന്റ് കിട്ടുകയാണ്. കഴിഞ്ഞ മാച്ചിൽ ഗോൾ അടിച്ച് സെലിബ്രേറ്റ് ചെയ്തതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒരു കിഡിലൻ ഗോൾ എഗെയിൻ ആള് ബോൾ എടുത്തു പോണു, നൈസായിട്ട് ഫിനിഷ് ചെയ്യണു. ആൻഡ് ആ ഒരു സെയിം ഡാൻസ്, ആളുടെ സെലിബ്രേഷൻ ആണ് പ്രശ്നം എന്ന് പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഡെഡിക്കേറ്റ് ചെയ്ത ആ ഒരു സെയിം ഡാൻസ് റയൽ മാഡ്രിഡിന്റെ കോർണർ ഫ്ലാഗിന്റെ അവിടെ പോയിട്ട് ചെയ്ത്. ഇനിയിപ്പോ അത് ഡിസ്റെസ്പെക്ട്ഫുൾ ആണെന്ന് പറഞ്ഞ് ആരും വരാനൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഗെറ്റ് വെൽ സൂൺ അസെൻസിയോ, കാരണം ആളും കമവിംഗയും കൂടെ ഒരു നാസ്റ്റി കൊലീഷൻ ആൻഡ് ആളുടെ നെക്കിന് സീരിയസ് ആയിട്ട് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു. സ്ട്രെച്ചറിലാണ് ആളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത്രക്കുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക. ആ കമന്റ്സ് എന്നാവും മന്തിക്കുള്ള ആളെടുക്കട്ടോ. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ടാ. ആൻഡ് ബൈ.